ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. എന്നാണ്ട് വിശേഷം? പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുന്നു. സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുകയാണ്. നാളെ വേണ്ട പച്ചക്കറി, നാളെ വേണ്ട മീൻ, നാളെ വേണ്ട കാര്യങ്ങൾ, അതൊക്കെ എടുത്താൽ എനിക്ക് ഇതിനകത്ത് മെനു ഇടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടേക്കാൻ നിർത്തും. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, സിങ്കുമ്മ എങ്ങനെയാണ് സ്വിഗ്ഗി തുടങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ എനിക്ക് വിശദമായി പറഞ്ഞുതരാം. സ്വിഗ്ഗി തുടങ്ങാൻ നമ്മൾ ഇതിനൊരു ലൈസൻസ് ഉണ്ട് മുനിസിപ്പാലിറ്റി. നമ്മൾ വീട്ടിൽ ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്നതാണ്. അത് നമ്മൾ ഒരു ആധാർ കാർഡുമായിട്ട് മുനിസിപ്പാലിറ്റി പോയി രജിസ്റ്റർ ചെയ്ത് നമ്മൾ അതിൻ്റെ ലൈസൻസ് എടുക്കണം. ആ ലൈസൻസിൻ്റെ ഒറിജിനൽ കോപ്പി, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ട്. അത് ഇങ്ങനത്തെ സാധനങ്ങളിലായിട്ട് ഫോട്ടോ ഇത്രയോ സാധനം ഇട്ട് സ്വിഗ്ഗിയുടെ ഓഫീസിൽ കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് അത് രജിസ്റ്റർ ചെയ്ത് തരും. 2-3 ദിവസം പിടിക്കും. അപ്പം നമ്മൾ ചെറിയൊരു ഫീസ് അടയ്ക്കണം. ഇത്രയുള്ള രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ. ഇതൊക്കെയാണ് എനിക്ക് സ്വിഗ്ഗിയെക്കുറിച്ച് പറയാൻ. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തു. വേറെ ആരുടെ സഹായം ഇല്ലായിരുന്നു, ഭഗവാന്റെ സഹായം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ധൈര്യത്തിന്. നമ്മൾ ആരും ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യൂടെ ചക്കരകളെ. ഇപ്പോൾ ബോബൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഒന്നും ചെയ്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. ബോബൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ വല്ലാണ്ട് അങ്ങ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഈ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്ത് വരുന്നുള്ള കുഴപ്പമെന്നറിയാം, നമ്മളെപ്പോഴും സിംഗിളായി നിൽക്കില്ല. നമ്മളെപ്പോഴും അയ്യോ അവർ വേണം ഇവർ വേണം, നമുക്ക് വെറുതെ നമുക്ക് ആരും ഇല്ലാതെ, നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാതെ ജീവിക്കാൻ പറ്റണം കേട്ടാ. അല്ലെങ്കിൽ നമ്മൾ പിൽക്കാലത്ത് ആരെങ്കിലും, എപ്പോഴും എല്ലാവരും ഒന്നും കാണത്തില്ല, ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റാതാകും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ജീവിക്കും. കാരണം ഞാൻ വന്ന വഴികൾ അതായതുകൊണ്ട് അങ്ങനെ. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മനോഭാവം ഉള്ള സ്ത്രീ അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ സ്വയം ഇതൊക്കെ ചെയ്യണം. അതാണ് ഒരു ക്രെഡിറ്റ് നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് ഇതിനെല്ലാം സെറ്റാക്കി എടുത്തത്. അങ്ങനെ ചെയ്യാൻ മറക്കരുത് ആരും. അവർ ചെയ്തു തരട്ടെ, ഇവർ ചെയ്തു തരട്ടെ, സ്വന്തം മക്കളെ പോലും ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത്. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇത്രയൊക്കെ ചെയ്തു. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഓർഡർ കിട്ടുന്നുണ്ട്. ചിലർ എന്നോട് ചോദിക്കുന്നുണ്ടേ, എന്താണ് ക്ലൗഡ് കിച്ചണിൽ കൊടുത്തിരിക്കുന്ന പേര്? സിംഗിൾ ബോബൻ കിച്ചൺ എന്ന് നിങ്ങൾ അടിച്ചു നോക്കണം. ഞാൻ സൊമാറ്റോയിൽ കൊടുത്തിട്ടില്ല, സ്വിഗ്ഗിയിലേ കൊടുത്തിട്ടുള്ളൂ. സൊമാറ്റോയിന് ഓൺലൈൻ വഴി ആ രജിസ്ട്രേഷൻ ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അത് ചെയ്യാം. അതേക്കുറിച്ച് സ്വിഗ്ഗിയാണ് കൂടുതലും വരുന്നത്. ഞാൻ സ്വിഗ്ഗിക്കാർക്ക് അങ്ങോട്ട് കൊടുത്തു. അപ്പം നമ്മളിപ്പോൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഊണിൻ്റെ ഒപ്പം അവരുടെ പൈസയും കൂടെ ആഡ് ചെയ്ത് വേണം ഇതിനകത്ത് കയറ്റാൻ. മനസ്സിലായേ? ഒരു തുക എടുത്തിട്ടേ തരത്തുള്ളൂ. അങ്ങനെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാനിവിടെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് കുടിച്ചു, കുളിച്ച് വിളക്ക് കത്തിച്ചു. പിന്നെ അതിനുശേഷം ഒരു പ്രാർത്ഥന 10-15 മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കും. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറൊക്കെ 1 മണിക്കൂറൊക്കെ ഇരുന്നുള്ള ജന്മ. ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോൾ കുറേ സമയം ഇരുന്ന് കിടക്കേ തന്നെ പ്രാർത്ഥിക്കും. അത് കുളിച്ച് തന്ന് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ച് സമാധാനത്തെ ഇരുന്ന് ആദ്യ അരിയൊക്കെ വെച്ച് ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് ചെയ്ത് 11 മണിക്ക് പാക്ക് ചെയ്യണം. 12, കാരണം പാക്ക് ചെയ്യാൻ കാണും കുറേ. നമുക്ക് ഓർഡർ തലേ ദിവസത്തെ സെപ്പറേറ്റ് കിട്ടിയതും കാണും. പിന്നെ ഇത് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ കിട്ടത്തുള്ളൂ കാശ് ഒരുമിച്ച്. അപ്പം നമുക്കിത് റോൾ ചെയ്യാനുള്ള കാശ് വേണം. നമുക്ക് ഇതിനുള്ള പാത്രങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കണം. ഇത് ഭയങ്കര ഉത്തരവാദിത്തമുള്ള പണിയാണ്. ഇത് അത്ര നിസ്സാരമായ പണിയല്ല. ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് എന്നോട് ചോദിക്കും. അടുക്കും ചിട്ടയും ഉള്ളത് കൊണ്ടാണ് ഇത്രയും ചെറിയ സ്ഥലത്ത് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു പാത്രം പോലും വാഷ് ബേസിലിട്ട് അപ്പം തന്നെ കഴുകി വെക്കണം. നമുക്കിപ്പോൾ ജോലിക്കാരുണ്ട്, നമുക്കൊരു മടി വരും. അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ. ഇതിപ്പോൾ ഞാനും അമ്മും തന്നെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം ഊണ് നന്നായി ഈ ദിവസങ്ങളിൽ തന്നെ ഇത്രയും പേരാകാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും എണ്ണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇനിയും സ്വിഗ്ഗിയാണ് കൂടുതൽ. സ്വിഗ്ഗി ഓർഡർ ചെയ്തിൽ പിന്നെ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ ഊണ്. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഊണിനെന്ന് ചിലർ പറഞ്ഞു. അതെന്താണെന്നറിയാമോ? നമ്മൾ ഒരു ഊണാണ് വെക്കുന്നത്. ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ഊണ് നിങ്ങൾ മേടിച്ചാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ഊണ്. ഈ സാധാരണ കടകളിലും റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്ന പോലത്തെ ഊണല്ല എൻ്റെ ഊണ്. എൻ്റെ ഊണ് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഊണ് തന്നെയാണ്. ഞാൻ നല്ല വില കൂടിയ കഷ്ണമീനൊക്കെ മേടിച്ചാണ് മീൻകറി വെക്കുന്നത്. മോര് കാച്ചി എന്നൊക്കെ പറഞ്ഞാൽ അന്നെടുക്കുന്ന വെള്ളവും ഇന്നലത്തെ 3 ദിവസത്തെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ചൂടാക്കി നിങ്ങൾക്ക് പുളിച്ച സാധനമൊന്നും തന്നു വിടത്തില്ല ഞാൻ. എനിക്ക് അങ്ങനത്തെ കാശ് വേണ്ട. എനിക്ക് അങ്ങനെ സമ്പാദിക്കണമെന്നുമില്ല. ഞാൻ കറക്റ്റ് ഭഗവാനെ വിളിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ഫുഡിൽ ഞാനൊരു മായവും കലർത്താൻ ഞാൻ ചെയ്യില്ല. അപ്പോൾ എനിക്ക് ആ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ മക്കൾ കഴിക്കുന്ന ആ ഫുഡാണ്. അപ്പം ഞാൻ കൃത്യമായി നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം വിലയായിരിക്കും എൻ്റെ ഊണിന്.
നിങ്ങൾ കഴിച്ചാൽ വീണ്ടും നിങ്ങൾ വേറെ ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ ഊണ് ഒരു വട്ടം കഴിച്ചിട്ടുള്ളവർക്ക് അത് ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്ക് ഏറ്റവും നല്ല, ഞാൻ ഇവിടെ ഹോട്ടലുകൾ തപ്പി നടക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോയി ഞാൻ കഴിക്കത്തുള്ളൂ. നിങ്ങൾ ഗ്രാൻഡിലൊക്കെ പോയി കഴിച്ചാൽ ഒരു ഊണ് എങ്ങനെയാണ്, പാരകളിൽ പോയി കഴിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലേ, അതുപോലത്തെ ഊണാണ്, ആ ക്വാളിറ്റി നിലനിർത്തുന്ന ഊണാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ എനിക്കതിന് പൈസയാവും. പിന്നെ കണ്ടമാനം ചോറൊക്കെ കുത്തി നിറച്ച് വെക്കുന്ന രീതിയല്ല ഇന്നത്തെ രീതി. മിനിമലിസ്റ്റ് ആയിട്ടാണ് ആളുകൾ ഇത് കഴിക്കുന്നത്. കറികളെല്ലാം ആവശ്യത്തിന് കാണും. അവർ കഴിക്കാനുള്ള ഊണും, ഒരാൾക്ക് കഴിക്കാനുള്ള ഊണും കാണും. 2 പേർക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഒരിക്കലും എൻ്റെ ഊണ് ഒരാൾ ഓർഡർ ചെയ്യില്ല. എന്നെ പിന്നെ അത്രക്കും ഇച്ചിരി മതിയെന്നുള്ള രീതിക്കുള്ളവരായിരിക്കും കുറേ കഴിക്കുന്നവർക്ക്. അല്ലാതെ ഇച്ചിരി ഊണ് ഉച്ചയ്ക്ക് നമ്മുടെ ഒരാളുടെ വയറ് നിറയാനുള്ള ഊണിൽ കൂടുതൽ എന്തായാലും എൻ്റെ വിഭവമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരു ഊണ് മേടിച്ചിട്ട് 2 പേർക്ക് പാർട്ടാക്കുന്നവർക്കാണ് ഒരു പക്ഷേ ഇത് ക്വാണ്ടിറ്റി കുറവാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലൊന്ന് മേടിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്കറിയാം അയ്യോ ഈ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ സിങ്കുമ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഊണ് നല്ല വൃത്തിക്ക് എൻ്റെ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉളുമ്പ് പണക്കുന്നെന്ന് പറയത്തില്ല, എല്ലാത്തിൻ്റെ അതിൻ്റെ കരിഞ്ഞു പോയെന്ന് പറയത്തില്ല. എല്ലാവർക്കും അതിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മത്തി മേടിച്ചിരുന്നു, മീനൊക്കെ ചിലപ്പോൾ മേടിച്ച് നമ്മൾക്ക് പണി കിട്ടും. മത്തി മേടിച്ചിട്ടില്ലേ വറുത്തപ്പം പൊടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് കുറേ ദിവസമൊക്കെ ഇട്ട് ഐസിട്ട മത്തികളൊക്കെ ആയിരിക്കും, നമ്മൾ കാണുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കും. അങ്ങനെ വല്ല പണി കിട്ടിയാലേ ഉള്ളൂ. എന്നാലും ഞാൻ എല്ലാ മത്തിയിലൊക്കെ നല്ല എല്ലാ ഇതിൽ വറുക്കുന്നതിലൊക്കെ നന്നായിട്ട് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി വെരിജീരയും ഒക്കെ ചേർത്ത് നല്ല വൃത്തിക്കും നീറ്റിനുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നല്ല രുചികരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് കേട്ടാ. എൻ്റെ ഊണ് അടിപൊളിയായിരിക്കും, നിങ്ങളൊന്ന് മേടിച്ച് നോക്കണം ചക്കരകളെ. സ്വിഗ്ഗി കയറി സിംഗിൾ ബോവൻ അടിച്ചു കൊടുക്കണം. പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഊണ് വേണം, കുറച്ച് കറികളൊക്കെ കൂടുതൽ വേണം, നിങ്ങൾക്ക് തലേ ദിവസം പറയണം. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ഊണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇവിടെ വിളിച്ച് ചോദിക്കാം. ഞാനോ എൻ്റെ മോളോ ആയിരിക്കും ഫോൺ എടുക്കുന്നത്, മോളായിരിക്കും കൂടുതൽ ഫോൺ എടുത്തത്, അവളാണ് ഈ ഓർഡർ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുക്കിംഗ് എല്ലാം ചെയ്യും, അരിഞ്ഞ് കുക്കിംഗ് എല്ലാം ചെയ്യുന്ന പരിപാടി എൻ്റെതാണ്. ക്ലീനിങ് എല്ലാം അമ്മുക്കുട്ടനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് കാശ് പോകത്തില്ല. ഞങ്ങൾ തന്നെ സുഖമായി ജീവിക്കാൻ ഞങ്ങൾക്ക് പുറത്ത് പോകുന്നു. ഞങ്ങളുടെ വീട്ടിലവ് നടക്കും, ഞങ്ങൾക്ക് 10 രൂപ കയ്യിൽ കാണും. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ഈ കാര്യം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുന്നു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. നല്ലതാണെങ്കിൽ ഒരിക്കലും നല്ല എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് കമൻറ്റ് ഇടാതിരിക്കരുത് കേട്ടോ. മോശമാണെങ്കിലും കമൻറ്റ് ഇട്ടോ, ഒരു പ്രശ്നവുമില്ല, കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് വരുന്ന എല്ലാവരും സ്വിഗ്ഗിയിൽ എനിക്ക് കമൻറ്റ് ഇട്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് മറ്റുള്ളവർ കാണുമ്പോൾ കൂടുതൽ പേരിലേക്ക് നല്ല ഊണ് എത്തട്ടെ, കൂടുതൽ പേരിലേക്ക്. അപ്പം ഞാൻ മുളക് പോലും കഴുകി, മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിച്ച് സ്വന്തമായി പൊടിപ്പിച്ചിട്ടാണ്. എനിക്കറിയാം നല്ല മുളക് പൊടി, നല്ല കുടംപുളി, നല്ല വെളിച്ചെണ്ണ, ഇത് 3 ആണെങ്കിൽ മുളകിട്ട് കറി വെച്ചാൽ രുചി വരത്തുള്ളൂ. അത് ഉപയോഗിച്ചാലേ രുചി വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊക്കെ പക്കയായിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത് ചക്കരകളെ. പിന്നെ കുടംപുളിയൊക്കെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ തോരൻ, തീയൽ, മെഴുക്കുവരട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറേ സമയത്തെ പരിപാടികളാണ്. അതൊക്കെ നമുക്ക് ക്ഷമയോടുകൂടി ചെയ്യണം. പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം എല്ലാത്തിനും. അപ്പോൾ ദൈവം തമ്പുരാൻ ഭാഗീറി തമ്പുരാൻ നിര തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. നല്ല പ്രാർത്ഥനയുണ്ട്, എപ്പോഴും പോസിറ്റീവ് വൈബിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നമുക്കൊരു മാർഗം തരും ചക്കരകളെ. മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ളൊരവസ്ഥ നമുക്ക് തമ്പുരാൻ തന്നിരിക്കും. അതിൽ ജെനുവിനാണ് നമ്മളെങ്കിൽ തന്നിരിക്കും. വളിച്ചതും പുളിച്ചതും ഇന്നലെ വെച്ചതും ഒന്നും ചൂടാക്കി ഞാൻ കൊടുക്കത്തില്ല. അതിനകത്തെ ഗ്യാരണ്ടി പോരെ, ആ ഗ്യാരണ്ടി നിങ്ങൾക്ക് കിട്ടിയാൽ പോരെ. ശുദ്ധമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഊണ് മേടിക്കാം. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പല ഹോട്ടലിൽ നിന്ന് ഊണ് മേടിച്ച് പാക്ക് ചെയ്ത് ആദ്യം ഞാൻ ചെയ്ത പണി ഇവിടെ ഏതെല്ലാം സ്ഥലത്ത് ഊണുണ്ടോ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് എനിക്ക് സംതൃപ്തി കിട്ടുന്നില്ല ഊണിലൊന്നും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഊണ് കഴിക്കുമ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഭക്ഷണം ഇഷ്ടപ്പെടും. നമ്മൾ വണ്ടി കയറി ദൂരെ വരെ പോകും, നല്ല ഊണാണെങ്കിൽ ഉണ്ണാൻ ഇല്ലേ. നല്ല ഭക്ഷണം വിൽക്കുന്നിടത്ത് ആളെപ്പോഴും ക്യൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഭക്ഷണം ചിലവാകുമെന്ന്. കാരണം ഞാൻ അതിനകത്ത് മായം ചേർക്കുന്നില്ല, നല്ല രുചിയായിട്ട് കൊടുക്കുന്നു. നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലത്തെ നിങ്ങൾക്ക് അങ്ങനൊരു ഭക്ഷണമായിട്ട് ഇത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരിക്കലും എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് സാധാ കുറയിട്ട് പുഴുങ്ങി തരുന്ന, ഞാൻ പിന്നെ ഒരു കാര്യം ഓവർ ആയിട്ടുള്ള ഓർഡർ ചെയ്യാൻ എടുക്കത്തില്ല. എനിക്കൊരു നിശ്ചിതമായ കണക്കുണ്ട്, ആ അരിയെ ഞാൻ വെക്കത്തുള്ളൂ. അത് വേണമെന്നുള്ളവർ ആവശ്യക്കാർ നേരത്തെ കയറി ഓർഡർ ചെയ്യുക.
അപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാകും. ഇന്നിപ്പോൾ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം ഇല്ലായിരുന്നു. ഭക്ഷണം എനിക്ക് ഒരു 12 മണിക്കുള്ളിൽ 11:30 എനിക്ക് ഓർഡർ എല്ലാം വരും. ഇപ്പോൾ സ്വിഗ്ഗി വഴി 11:30 ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുമായിരിക്കും. നിങ്ങൾക്ക് 11:30 മുതൽ ഓർഡർ ചെയ്യാം. അപ്പം 3 മണി വരെ ഓർഡർ സമയം വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇടയ്ക്ക് തീർന്നു പോകും. നേരത്തെ ഓർഡർ ചെയ്താൽ സെപ്പറേറ്റ് ആണെങ്കിലും കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായേ? അങ്ങനെയാണ് സ്വിഗ്ഗിയുടെ ഒരു ഊണെന്ന് പറയുമ്പോൾ 11:30 നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക് 11:30 മുതൽ 3 മണി വരെ നിങ്ങൾക്ക് എൻ്റെ ഊണ് മേടിക്കാൻ പറ്റും. മനസ്സിലായി? പിന്നെ ഇത് വേറെ കഷ്ടപ്പാടാണ് ബേക്കറികളെ. ഇപ്പോൾ ഇന്നൊക്കെ തീയൽ തീർന്നു പോയിക്കുമ്പോൾ പിന്നെ ഞാൻ ഉടനെ തന്നെ വേറെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി തീയലിന് പകരം. തോരൻ തീർന്നു പോയപ്പോൾ തോരൻ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു പച്ചടി ഉണ്ടാക്കി. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞരിഞ്ഞ് തീരുന്നതിന് മുമ്പേ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. അടുത്ത വന്ന് ചെയ്യാനൊന്നും എനിക്ക് മടിയില്ല. എനിക്ക് നിങ്ങൾ കഴിക്കണം. അത് ഇംഗ്ലെന്ന് ഒരു പാക്രാണിച്ചൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല. രുചിയായിട്ട് തന്നെ ഉണ്ടാക്കും. അതിന് ഞാൻ പ്രാവശ്യം ദൈവം എൻ്റെ ഗുരുവായൂരപ്പം ഇത് വെന്ത് കഴിയുമ്പോൾ അടുത്ത ഓർഡർ വരാനുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായ? ഭഗവാൻ അതുപോലെ ഇത് വിരലേ നിർത്തി തരുന്നത് നമുക്ക് എല്ലാം അങ്ങനെ നടക്കൂടാ ചക്കരകളെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുങ്ങാനൊന്നും പറ്റിയില്ലല്ലേ. അന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പൊട്ടൊക്കെ എവിടെയാണെന്ന് കട്ടില്ല. ഇത് വെപ്രാളം പിടിച്ചിടക്കും. ഇന്നൊരു അതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് വന്നേരം തൃശ്ശൂരിൽ നിന്ന്. പുള്ളിക്കാരി പറയാതെ ഇങ്ങ് പോകുന്നു. ഇവിടെ ഒന്ന് കോളിംഗ് ബെൽ അടിച്ചത് കയറുന്നത്. അത് ഭയങ്കര ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയാണ്. ഒരു കേരളത്തിലൊരു കാറിൻ്റെ ഡീലറിൻ്റെ വൈഫാണ്. മാരുതി കാറിൻ്റെ ഡീലറുടെ വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഈ ചെറിയ ഫ്ലാറ്റിൽ ഈ ആണ് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു ചക്കരകൾ. ആ സമയത്ത് കയറി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, പാവം തോന്നി. നല്ല സുന്ദരിയായിട്ടുള്ളൊരാൾ. പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പുള്ളിക്കാരിക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടൊന്നും വരണ്ട. പുള്ളിക്കാരിയുടെ വന്ന് നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അത് എനിക്കൊരു സന്തോഷം. അകലെ ഇരുന്ന് എൻ്റെ ചോറ് ചോദിക്കുന്ന സഹോദരങ്ങളെ, എന്നെങ്കിലും എറണാകുളത്ത് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവും കേട്ടാ ചോറിന്. ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഊണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഞാനും എൻ്റെ ബോബനോട് പറഞ്ഞു, പ്ലീസ് ദയവായി നിങ്ങൾ പോരി. മുമ്പ് കൊറോണയ്ക്ക് ഹോട്ടൽ നടത്തണക്കല്ല, ഇപ്പോൾ നല്ല ഊണുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. എൻ്റെ ചക്കരകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കേട്ടാ. ബോബൻ ചേട്ടാ പ്ലീസ് ചേച്ചിയുടെ കൂടെ വന്നു. നമുക്ക് നാട്ടിൽ സന്തോഷമായിട്ട് എനിക്ക് അന്ന് അവിടെ ചെന്ന് പാറ്റി മൂടി കണക്കിരിക്കണ്ടേ. എനിക്ക് ഇങ്ങോട്ട് ബോബൻ പോരുന്ന ഭയങ്കര സന്തോഷം. ഇവിടെ എൻ്റെ കൂടെ പെർമനൻ്റ് നിൽക്കുന്ന സന്തോഷമായിരുന്നു. ബോബൻ്റെ വൈകുന്നേരം മീൻ മേടിക്കാനൊക്കെ പോകുമായിരുന്നു, പുറത്തൊക്കെ പോകുമായിരുന്നു. ഇന്ന് ഞാൻ തന്നെ എല്ലാത്തിനും കൂടെ ഉണ്ട് ചക്കരകളെ. പച്ചക്കറി മേടിക്കണം, മീൻ മേടിക്കാൻ പോകണം, അരി മേടിക്കുക, ഇതെല്ലാം ചില സാധനങ്ങളൊക്കെ പുറത്ത് പോയി ബ്രോഡ്വേയിലൊക്കെ പോയി മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സാധനം ഇതൊക്കെ തീർന്നു പോകുമ്പോൾ അത് മേടിക്കണം. ഇങ്ങനെ എല്ലാത്തിനും എൻ്റെ മനസ്സിങ്ങനെ പാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടക്കാണ് ചക്കകളെ ഞാൻ ഈ വീഡിയോ വന്നിടുന്നില്ല. തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിരിച്ച് കളിച്ച് അവരോട് വർത്താനം പറയണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള വിശേഷങ്ങൾ. ഒരുപാട് പേര് ഓരോന്നൊക്കെ തുടങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അത് വളരെ വളരെ നല്ലതാണ്. സ്നാക്സൊക്കെ ഉണ്ടാക്കി എനിക്ക് ഒരുപാട് പേര് സ്നാക്സൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ കറിയൊക്കെ കൂടുതൽ വേണമെന്ന്, എറണാകുളം പ്രദേശത്തുള്ളവർക്ക് കറിയൊക്കെ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ തലേദിവസം പറയണം, ഞാൻ ഉണ്ടാക്കി വെക്കും. ഇപ്പം ഞായറാഴ്ചയെല്ലാം ഞാൻ അന്ന് ഞായറാഴ്ച ചോറ് വെച്ചില്ല. പക്ഷേ കറികളൊക്കെ ഒത്തിരി പേര് നേരത്തെ ചോദിച്ചുള്ളൂ. ഞാൻ തലേ ദിവസം മുളകിട്ട കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് എന്തായാലും വെച്ചിട്ടുണ്ടായിരുന്നു, പോർക്ക്. അതൊക്കെ പറഞ്ഞവർക്ക് മാത്രം ഞാൻ കൊടുത്തത്. ഫിഷ് കട്ട്ലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞവർക്ക് ചെയ്ത് കൊടുത്തു. ഒരാൾ ഇപ്പോൾ ഈ ഞായറാഴ്ച 2 താറാവിനെ കറി വെച്ചു. എനിക്ക് കിലോ തൂക്കമൊന്നും എനിക്കറിയത്തില്ല. 2 താറാവിനെ കറി വെച്ചു. എൻ്റെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെ ഞാനൊരു താറാവിൻ്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചേർക്കുന്ന പണി എൻ്റെ പണിക്കൂലി അനുസരിച്ചുള്ളൊരു കാശ് തന്നാൽ മതി. നല്ല അടിപൊളിയായിട്ട് ഞാൻ വെച്ച് തരും. അത്തരം നിങ്ങൾക്ക് അപ്പം മേടിച്ച് സ്റ്റൂ ആയിട്ട് കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെയൊക്കെ രാവിലെ അല്ലെ ഒരു ഗസ്റ്റ് വീട്ടിൽ വരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ നേരത്തെ പറയണം ചക്കരകളെ. ഞാൻ വരാപ്പുഴയിലോ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ മാർക്കറ്റ് ഉണ്ട്, അവിടെയോ അല്ലെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കല്ലൂരോ എവിടെയെങ്കിലും മാർക്കറ്റിൽ പോയി താറാവിനെ കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്ത് നമ്മുടെ ഒരു ക്ലീനിങ് ഉണ്ട്. അതൊക്കെ ചെയ്ത് വൃത്തിയും നീറ്റുമൊക്കെ എനിക്ക് എൻ്റെ സാധനമൊന്നും കഴിച്ചിട്ട് നിങ്ങൾ ഉളുമ്പ് മണക്കുന്നു, മുഷുക്ക് മണക്കുന്നൊന്നും നിങ്ങൾ പറയത്തില്ല. ഇങ്ങനത്തെ എല്ലാം നല്ല വൃത്തിയായിരിക്കും കേട്ടോ, ക്ലീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വായിൽ വെച്ച് രുചി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നിങ്ങൾ എന്നോട് പറയണം. വെപ്രാളം പിടിപ്പിക്കരുത് തന്നെ. അങ്ങനെ വെപ്രാളം പിടിച്ചെനിക്ക് ഞാൻ മുഹൂർത്തത്തിൽ ഓർഡർ ചെയ്യുന്ന എടുക്കത്തുമില്ലേ. മതി, കിട്ടാനുള്ളത് എവിടെ ഇരുന്നാലും കിട്ടും.
എന്നുള്ള സന്മനസ്സുണ്ടോ സമാധാനം കിട്ടും എന്ന് പറഞ്ഞ കണക്ക് കിട്ടാനുള്ളതിന് വേണ്ടി ആക്രാന്തം പിടിച്ചോടണ്ട, അത് എവിടെ ഇരുന്നാലും നമ്മളിലേക്ക് വരും എന്ന് പറഞ്ഞ കണക്ക് ധൈര്യമായി നിങ്ങൾ ഓർഡർ ചെയ്യൂ. നിങ്ങൾക്ക് രുചികരമായ ഫുഡിന് വേണ്ടി നിങ്ങളെന്നോട് ഇടിയപ്പമൊക്കെ ഞാൻ ഇടിയപ്പം അപ്പം ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തെടുക്കുന്നതായിരിക്കും. കറി ഞാൻ തന്നെ ചെയ്യും. ഞാനിവിടെ ആളെ വിളിച്ചിട്ട് അവരോട് ചെയ്യിപ്പിക്കും, അവർ ചെയ്യുന്നുണ്ട് ചെയ്യിപ്പിക്കുക. എന്താണെന്ന് പറയാം, അത് ഈ പലഹാരത്തിൽ ഞാൻ അത്ര പ്രാവീണ്യമുള്ളവളല്ല. പക്ഷെ നല്ല ചോറും കറിയും ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കര പ്രാവീണ്യമുള്ള സ്ത്രീയാണെന്നാണ് എൻ്റെ തന്നെ ഒരു ഇത് കേട്ടോ. ഞക്കറകളെ ആലപ്പുഴ നാട്ടിൽ അങ്ങനെയാണല്ലോ, നല്ല കുടംപുളിയും ഒക്കെ ഇട്ട് വെച്ച മീൻകറിയും നല്ല മാങ്ങായിട്ട് വെച്ച മീൻകറിയും. അതിൻ്റെ ഒരു പ്രസിദ്ധമായ സ്ഥലമാണ് അതവിടെ. ഞങ്ങളുടെ ആലപ്പുഴ നാട്ടിൽ എങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ പരസ്പരം ബന്ധുക്കളും ആൾക്കാരും അയൽവക്കക്കാരും തമ്മിൽ ഒന്ന് കണ്ട ഉടനെ ചോദിക്കുന്നത്, ഇന്നെന്താ മീൻ മേടിച്ചത്, ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലെ സുഖമാണോ എന്ന് ചോദിക്കത്തില്ല. ഇന്നെന്തായിരുന്നു കറിക്ക്, ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്നെന്താ മീൻ മേടിച്ചത്, ഇന്നെന്തായിരുന്നു മീൻ, ഇങ്ങനെ ചോദിക്കും. കാരണം മീനിൻ്റെ നാടാണ്. എല്ലാവർക്കും കടലും കായലും എല്ലാം പറ്റ കിടക്കുമല്ലേ. അപ്പോൾ കായൽ മീനും കിട്ടും ഞങ്ങൾക്ക്, കടൽ മീനും കിട്ടും ഞങ്ങൾക്ക്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാം തീർച്ചയാക്കല, ഇനി ഒന്നും മിച്ചമില്ല. ഇനി മാങ്ങ വരെ മേടിച്ചിട്ട് വന്ന് ഇനി കടുവ് മാങ്ങയൊക്കെ ഇടണം. അങ്ങനെ ഇരിക്കുന്നു. പിന്നെന്ത് പറയാനാ, പിന്നെ ഒന്നും പറയാനില്ല. ഇനി വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കഴിക്കണം. ഞാൻ മില്ലറ്റ് കഞ്ഞി വെച്ച വൈകുന്നേരം കഴിക്കണം. ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അതും ശ്രദ്ധിക്കണമല്ലോ. ഇതെല്ലാം മറന്നു പോകും, ടാബ്ലറ്റൊക്കെ കഴിക്കുന്നല്ലോ. ഞാനത് ഓർത്ത് എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്ത്. ഞാനിപ്പോൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു എനർജി ഉണ്ട് ചക്കരകളെ. നമുക്ക് എനർജി കിട്ടും. നമ്മളെവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കാമോ, പിന്നെ അവിടെ ഇരുന്ന് പോകും നമ്മൾ. അയ്യോ അപ്പം നമുക്കൊരു എവിടെയെങ്കിലും ചാച്ചണമെന്ന് തോന്നും. ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഗസ്റ്റ് വന്നു പറയാം, അവരുടെ മുമ്പിൽ നിന്ന് എൻ്റെ കണ്ണിങ്ങനെ മാടിപ്പോകുന്നു. കാരണം എന്താ, ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കുന്നില്ല, റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഒരു 10:30 ആകുമ്പോൾ കിടക്കാൻ നോക്കും. 10:30 കഴിഞ്ഞ് ദയവായി എന്നെ ആരും വിളിക്കരുത്. കാരണം വെച്ചാൽ എനിക്ക് ഉറങ്ങണം. അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കലോ, ശബ്ദം കേട്ടാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി എടുത്തു പോകും. പിന്നെ മാരേജ് ബ്യൂറോയിൽ ഒരു കുട്ടിയെ ഞാൻ പുതിയതായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എനിക്കൊരു നല്ല കമ്പ്യൂട്ടർ അറിയാവുന്നൊരു കുട്ടിയെ എനിക്ക് തരുവാണെങ്കിൽ വലിയ ഉപകാരം. ഇവിടെ വേറെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മര്യാദയ്ക്ക് നല്ലൊരു സാലറി കൊടുക്കും, നല്ല ഫുഡ് കൊടുക്കും, താമസ സൗകര്യവും ഞാൻ വേണേൽ ഹോസ്റ്റലിൽ നടത്തി കൊടുക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഹോസ്റ്റലിനകത്ത് നിർത്തി കൊടുക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഞാൻ ജോലിയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നല്ല ജോലിക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കൂ, കുറച്ചാൾ നിൽക്കൂ, അതുവരെ എന്നിട്ട് പോകാം. നല്ല ജോലി കിട്ടുമ്പോൾ പോയിക്കോ, അതുവരെ എൻ്റെ അടുത്ത് നിൽക്കുക. ഞാൻ അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ് കേട്ടോ. എൻ്റെ മകളെപ്പോലെയും മകനെ പോലെയൊക്കെ ഇവിടെ നിൽക്കാം കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഏജുള്ളവരാണെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാമർഥ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ ഒരു ജോലി തരാം. അത്യാവശ്യം എന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് മാരേജ് ബ്യൂറോ രാവിലെ മുതൽ ഉച്ചവരെ എൻ്റെ ഈ കിച്ചൺ പരിപാടി നിൽക്കുക. ഈവനിങ് ടൈമിൽ മാരേജ് ബ്യൂറോ നോക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും, എനിക്കൊരു സഹായമായിരിക്കും. എല്ലാവരും കല്യാണക്കാരും താമസിക്കുന്നവർ, നമ്മൾ കല്യാണം പെണ്ണുങ്ങൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇതിനകത്ത് വരുന്ന എന്തിനാണ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്നത്? പെൺകുട്ടികൾ എത്ര പേരുണ്ടെന്നറിയാം രജിസ്റ്റർ ചെയ്തിട്ട് കല്യാണം നമ്മൾ കൊടുത്ത ഉടനെ അവർക്ക് ചേരുന്ന അനുയോജ്യമായ ആലോചന കൊടുക്കുമ്പോൾ ഇങ്ങനെ വിരലേ നിർത്തും. അത് ശരിയല്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിന് വേണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്ത് വരരുത്. നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മളൊരു പയ്യൻ കൊടുത്ത് എല്ലാം സെറ്റാക്കി വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയും പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വിഷമമാണ്. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു വയസ്സാം കാലത്ത് നമുക്ക് ഒരു കൂട്ടുള്ളത് എന്തായാലും നല്ലതാണ്. നമ്മുടെ നല്ല പ്രായമൊക്കെ കടന്നുപോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെപ്പോഴെങ്കിലും കെട്ടാമെന്ന് വിചാരിച്ചാൽ പിന്നെ വല്ല ഒരു കൊള്ളാത്തൊരാളാണ് കിട്ടുന്നുണ്ടെങ്കിൽ പണി പാളിയാ. അപ്പം നല്ല പ്രായത്തിൽ തന്നെ നല്ലൊരാളെ സെലക്ട് ചെയ്ത് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരി ഒക്കെ ഉണ്ടാകുന്നത് തന്നെ നല്ലത്. നമ്മുടേതെന്ന് പറയാം, നമ്മുടെ സ്വന്തമായിട്ടൊരാൾ എപ്പോഴും ഉണ്ടാകുന്ന എപ്പോഴും നല്ല. ഇപ്പം എനിക്ക് 24 hours വിളിച്ചുകൊണ്ടിരിക്കും, ഇന്നെന്താ കറി, ഇന്നെന്താ വെച്ച് പണി തീർന്ന എൻ്റെ പൊന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിക്കാനൊരാൾ ഉള്ളത് ഒരു സുഖമാണ്. ജീവിതത്തിൽ നമ്മൾ ഒറ്റയാണ്. എനിക്കിപ്പോൾ ബോവൻ തരുന്ന ആത്മവിശ്വാസം, ബോവൻ തരുന്ന സ്നേഹവും കരുതലും ഒക്കെയാണ് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലൊരു പ്രചോദനം. എൻ്റെ ബോവനുണ്ട് എനിക്ക് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അങ്ങനൊരു നമുക്കൊരു രാവിലെ ഉണരാൻ തോന്നും. നമുക്ക് ഉണരുമ്പോൾ മുൻപൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നൊരു തോന്നലുണ്ടായിരുന്നു, ഒരു ചിന്തയുണ്ട്. ശരീരം നമുക്ക് തളർന്നു പോകുന്നു. ഇപ്പം അങ്ങനെയല്ല.
ഇനി അങ്ങനെ ഇപ്പം എൻ്റെ പോലത്തെ അതേ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആണായാലും പെണ്ണായാലും അവർ ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം എനിക്ക് കിട്ടിയതാണ് ഭവൻ. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം എനിക്കൊരു ജീവിത പങ്കാളി, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മാത്രം സ്നേഹിക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പങ്കാളി എനിക്ക് കിട്ടണേ ദൈവമേ, എൻ്റെ ജീവിതമാർഗ്ഗം നീ തുറന്നു തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നന്നായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ ഉറപ്പായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുവരും. ദൈവം നമുക്ക് തരുമല്ല, ഉറപ്പായ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ട അതുങ്ങൾ വന്നിവിടെ എൻ്റെ ഞാനുമായിട്ടുള്ളൊരു വീഡിയോ, എനിക്ക് ഭയങ്കര സന്തോഷം. നല്ലൊരു ഫാമിലി, അവർ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ല ഭാര്യയും ഭർത്താവും കുഞ്ഞും, നല്ല ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ വേണം എല്ലാവരും. അപ്പോൾ ടാറ്റ ചക്കരകളെ, ഗുഡ് നൈറ്റ്. സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളിലും ഒരു സമാധാനം ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക. ശത്രുത മനോഭാവം ആരോടും ഉണ്ടാകാതിരിക്കുക. ഏഷണിയെന്നോണം ആ കുറ്റം, ഒരാളുകളുടെ നെഗറ്റീവ് കാണലതൊന്നും പാടില്ല. സൽക്കർമ്മം മാത്രം ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് നാളെ വിനയായി വരുന്ന ഇത്, അതായത് കർമ്മം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് എന്താണോ ചെയ്യുന്നത്, നല്ലതാണ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് ചിലപ്പോൾ ചീത്ത കാര്യങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്ന പോലെ. ഇന്ന് അപ്പം നമ്മളവർക്ക് ദൈവമേ ഇത്ര നല്ല ചെയ്തിട്ട് എനിക്കൊരു മോശം വരുന്നുണ്ട്, അത് എന്തെങ്കിലും കർമ്മദോഷം മുൻപ് ഉണ്ടായിട്ടുള്ളതിൻ്റെ ഭാഗമായിരിക്കും നമ്മൾ അനുഭവിക്കാനുള്ളത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, നിങ്ങൾ നന്മ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ നന്മ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കും. അതുവരെ ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള മനസ്സ്, സഹനം ഒക്കെ നമുക്കുണ്ടായിരിക്കണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ചക്കരകളെ പോട്ടെ, ഞാൻ എല്ലാം മേടിക്കാൻ വേണ്ടി പോവുക. അപ്പം നാളത്തെ മെനു ഒക്കെ ഇടണ്ടേ എനിക്ക്, അതുകൊണ്ട് ഞാൻ നേരത്തെ പോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ് ചക്കരകളെ. എല്ലാവരും സമാധാനമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും.